കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനി മൗസ മെഹറിസിന്റെ ആത്മഹത്യയിൽ സുഹൃത്ത് അറസ്റ്റിൽ. കോവൂർ സ്വദേശി അൽഫാൻ ഇബ്രാഹിമാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ മാസം 24-നാണ് നിയമവിദ്യാർത്ഥിനിയും തൃശൂർ സ്വദേശിനിയുമായ മൗസ മെഹ്റീസിനെ വെള്ളിമാട് കുന്നിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് സുഹൃത്തുക്കളും ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു. ആൺസുഹൃത്തായ അൽഫാന് മരണത്തിൽ പങ്കുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യമുയർന്നിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ അൽഫാൻ ഒളിവിൽ പോവുകയായിരുന്നു. വയനാട് വൈത്തിരിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ചേവായൂർ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അതിന്റെ അന്വേഷണത്തിൽ ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന സൗഹൃദം കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കുന്ന രീതിയിലേക്കാവുകയും പിന്നീട് അവർ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ഡീപ്പായ സമയത്ത് ഇയാൾ ഈ കുട്ടിയെ സ്വാതന്ത്ര്യത്തിന് മുഴുവൻ തടസ്സം വെക്കുകയും അവരുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും അവളെ ആക്രമിക്കുകയും ചെയ്യുകയുണ്ടായി. പ്രതിയെ നമ്മൾ ചോദ്യം ചെയ്തു. അദ്ദേഹം കുറ്റസമ്മതം കുറച്ച് നടത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഫെബ്രുവരി 23-ന് രാത്രി ഹോട്ടലിൽ വെച്ച് അൽഫാൻ മൗസയെ മർദ്ദിച്ചിരുന്നു. മൊബൈൽ ഫോൺ ബലമായി പിടിച്ചു വാങ്ങുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. മൗസ മെഹ്റീസിൽ നിന്നും പ്രതി കൈക്കലാക്കിയ ഫോണും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അൽഫാനെതിരെ മഹാരാഷ്ട്രയിൽ ഒരു പണമിടപാട് കേസുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.